സോഷ്യൽ മീഡിയ റീലുകളും ഇൻസ്റ്റഗ്രാം ക്യാപ്ഷനുകളും സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു വാക്കാണ് നോൺ ഷാലന്റ്. ഒരു ട്രെൻഡി സ്റ്റൈൽ മാത്രമല്ല, പുതിയ തലമുറയുടെ മനോഭാവത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന പദമായി ഇത് മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ തരംഗമാകുന്ന നോൺ ഷാലന്റ് എന്ന വാക്ക് പുറത്തേക്ക് കാണിക്കുന്നത് ഒരു ശാന്തതയും ആത്മവിശ്വാസവുമാണ്. പ്രശ്നങ്ങൾ എത്ര വലുതായാലും അതിൽ അകപ്പെട്ടു പോകാതെ അമിത പ്രതികരണങ്ങളില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്താണ് നോൺ ഷാലന്റ് എന്ന് വിശദമായി ഒന്ന് നോക്കാം. മറ്റുള്ളവർ പരിഭ്രാന്തരാകുന്ന സാഹചര്യങ്ങളിൽ പോലും തികഞ്ഞ ശാന്തതയോടെ നിൽക്കുന്ന ഒരു മനോഭാവമാണ് നോൺ ഷാലന്റ്. പലരും ഇതിനെ നിസ്സംഗതയായി തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയല്ല. കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടെങ്കിലും അതിനെ അതിരുകടന്ന് പുറത്ത് പ്രകടിപ്പിക്കാത്ത ആത്മനിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യുന്നതാണ് ഇതിന്റെ സാരം. നിരന്തരമായ നോട്ടിഫിക്കേഷനുകളും വിവരപ്രവാഹവും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യുവാക്കൾ കണ്ടെത്തിയ ഒരു കോപ്പിംഗ് മെക്കാനിസമായി ഇതിനെ കാണാം. ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു, വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇനി ഇത് ട്രെൻഡായി മാറിയത് എങ്ങനെയെന്ന് നോക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാക്കാണെങ്കിലും സോഷ്യൽ മീഡിയയും പോപ്പ് സംസ്കാരവും ചേർന്നാണ് ഇതിന് പുതിയ ജീവൻ നൽകിയിരിക്കുന്നത്. എഫേർട്ട്ലെസ് കൂൾ എന്നൊരു സ്റ്റൈലായി ഇന്ന് യുവാക്കൾ ഇത് സ്വീകരിക്കുന്നു. വളരെ ശ്രമമില്ലാത്ത എല്ലാം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ. ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് നോൺ ഷാലന്റ് എന്ന പദത്തിന്റെ ഉത്ഭവം. ആദ്യം ശ്രദ്ധിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലുണ്ടായിരുന്ന ഇത് ഇപ്പോൾ പക്വതയോടെയുള്ള ശാന്തത എന്ന പോസിറ്റീവ് അർത്ഥത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമിതമായ സമ്മർദ്ദങ്ങളും മത്സരങ്ങളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ശാന്തതയും ആത്മനിയന്ത്രണവും നിലനിർത്താനുള്ള കഴിവാണ് യഥാർത്ഥ കൂൾ. ലോകം മുഴുവൻ തിരക്കിലായിരിക്കുമ്പോഴും ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥയാണ് ഇന്നത്തെ നോൺ ഷാലന്റ് ട്രെൻഡ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്.